ഹിറ്റ്ലറിനകത്തല്ലേ സൈക്കിൾ എടുത്തോണ്ട് പോകുമ്പോ തല കുത്തി മാറി ഹാൻഡിൽ ലോക്കായി ഞാൻ റിയൽ ആയിട്ട് വീണു. പക്ഷെ ആ പോർഷൻ വെച്ച് യൂസ് ചെയ്തത് കാരണം റിയൽ ആയിട്ട് അപകടം പറ്റിയെങ്കിലും ഹ്യൂമർ വൈസ് ആനയെ കൊണ്ടുവരുന്ന സീനുണ്ട്, വീടിന്റെ മതില് പൊളിഞ്ഞ് അകത്ത് പോകുന്ന ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ പ്രിയദർശൻ ക്യാമറയിൽ, അതുകൊണ്ടാണ് അതൊരു ക്ലാസിക് സീനായിട്ട് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ കിടക്കുന്നത്. അവിടെ ഒരു കുടയൊക്കെ എടുത്തിട്ടാണ് അതെ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ജഗദീഷ് സാറ് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയായിരുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ഒരാളായിട്ടായിരിക്കും പറഞ്ഞ പോലെ തന്നെ. ഈ റിവ്യൂ വളരെ പല നല്ല സിനിമകൾക്കും വളരെ വ്യക്തിപരമായിട്ടുള്ള റിവ്യൂ അങ്ങനെയായിട്ട് പല രീതിയിൽ നെഗറ്റീവായിട്ട് ഭവിച്ചിട്ടുണ്ട്. അതെന്ത് എങ്ങനെയാണ് ഞാൻ നിർത്തിക്കേണ്ടത്? കാശ് കൊടുത്താൽ മതി. അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എല്ലാരും കാശ് വാങ്ങുന്നു എന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്റെ അച്ഛനൊരു കലാകാരനായിരുന്നു. നാടകമൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ഞങ്ങൾക്കറിയത്തില്ല. ഇപ്പൊ ഈയിടെ ഞാനൊരു പുസ്തകം വായിച്ചു, അതിനകത്ത് അച്ഛനെ പോലീസ് പിടിച്ച് ജയിലിലിട്ടേക്കുവാണ്. നിങ്ങൾ തന്നെ ഒളിവിലോർമ്മ തോപ്പിപ്പാസിയുടെ അച്ഛന്റെ പേരെന്തായിരുന്നു? പങ്കജ. നമസ്കാരം, വെൽക്കം ടു ടാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വീണ്ടും ഒരു സിനിമാ വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ സ്വന്തം ജഗദീഷ് ഏട്ടനുണ്ട്, പ്രശാന്ത് ഏട്ടനുണ്ട്, ഋഷിയുണ്ട്, ഭാഗ്യയുണ്ട്, നമ്മുടെ സ്വന്തം ശോഭനമ്മ വെട്ടിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമ്പോ. ശോഭന നമസ്കാരം, എല്ലാവർക്കും വെൽക്കം ടു. നമസ്കാരം. എന്തായാലും വളരെ സന്തോഷം. പരിവാർ എങ്ങനെ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. ജഗദീഷ് ഏട്ടാ, എന്താണ് പരിവാർ? പരിവാർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ക്യാപ്ഷൻ കാണുമ്പോൾ അറിയാലോ, വാർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. യുദ്ധം അല്ലെങ്കിൽ മത്സരം ഒക്കെ ഇതിനകത്തുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മത്സരമാണ്, സ്പർദ്ധയാണ്. ഇതില് പ്രത്യേക ചില ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇവര് തമ്മിൽ മത്സരിക്കുന്നത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത്. അതും പരിവാറിന്റെ ആ ഒരു ലോകം നോക്കിയാൽ അതിനകത്ത് അറിയാൻ പറ്റും. ഒരു മോതിരമൊക്കെ ഇതിനകത്ത് ഒരു കഥാപാത്രമാണ്. അപ്പൊ ഹ്യൂമറിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോഴാണ് ആ ഹ്യൂമറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി വരിക. ഇതിനകത്ത് ആ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു കഥാപാത്രത്തിലൂടെയാണ്. അത് നമ്മൾ ആരുമല്ല, അത് മോതിരം എന്ന കഥാപാത്രമാണ്. അതെങ്ങനെയാണ് ഈ കഥയുടെ ഭാഗമാകുന്നത് എന്ന് ഇപ്പൊ വിവരിക്കാൻ കഴിയില്ല, അത് പടം കണ്ടാൽ മാത്രമേ കണ്ടറിയണം. അപ്പൊ ഇത്തരം ഒരു ഇതിവൃത്തമായിട്ട് സംവിധായകര് ഉത്സവം ഫഹദും വന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഒരു മോതിരം കഥാപാത്രമായിട്ട് വന്നാൽ ഈ കഥയ്ക്ക് സ്കോപ്പ് ഉണ്ടെന്ന് വെച്ചാൽ പേര് പറഞ്ഞു, അസാമാന്യമായിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ട്, അസാധാരണമായിട്ടുള്ള സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വിശ്വാസമാണ് ഞങ്ങളെ ഈ പ്രോജക്റ്റിലേക്ക് അടുപ്പിച്ചത്. ഇപ്പൊ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ശരിക്കും ഈ പേര് പോലെ തന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ ഒരു വാറുണ്ട് എല്ലായിടത്തും പല ഘട്ടങ്ങളിൽ. എനിക്ക് ഏറ്റവും വളരെ സന്തോഷമായിട്ട് ഒരു അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, എവിടെയോ സ്റ്റക്കായി പോയ ഒരു കൂട്ടം സിനിമാക്കാരെ നിങ്ങൾ രണ്ടുപേരും കൂടി കൈ പിടിച്ച് ഉയർത്തിയിട്ടാണ് ഇവിടെ എത്തിച്ചേക്കുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മളോട് ഇവരത് ഈ കാര്യം പറയുമ്പോൾ എത്രത്തോളം അവർ അതിൻ്റെ ഇടയിലുള്ള കഷ്ടപ്പാട് അനുഭവിച്ചെന്നും എത്രത്തോളം ആശ്വാസകരമായി നിങ്ങളുടെ ഇടപെടലെന്നും നമുക്ക് മനസ്സിലായി. ഇതേപോലത്തെ എന്താ പറയാ, ഇതേപോലുള്ള സിനിമകളെ എന്തുകൊണ്ടാണ്, എന്ത് ധൈര്യമാണ് കൊടുത്തത് ആ സമയത്ത്? അല്ല, ഡിജിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന സിനിമ ഡിഫറെന്റ് ആയിരുന്നു. അത് ഔട്ട്സ്റ്റാൻഡിങ് മൂവി എന്നൊന്നും അല്ല, ഡിഫറെന്റ് മൂവി ആയിരുന്നു. അതിനകത്ത് ഇവരുടെ ശ്രമം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം ഇങ്ങനെ ഒരു കഥയായിട്ട് വന്നപ്പോൾ ഇവരെ വിശ്വസിച്ച് ആ പ്രോജക്റ്റ് ഏൽപ്പിക്കാം എന്ന് എനിക്കും പ്രശാന്തനും ഇന്ദ്രൻസിനും ഒക്കെ തോന്നി. അതല്ലാതെ ആ കഥയിൽ ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും ഇല്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങൾ പറയാനില്ല. വേറൊരു കഥാഗതി അല്ലെങ്കിൽ കഥ ഇങ്ങനെ ആയിക്കൂടെ എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഓരോ സ്റ്റേജിലും ചെറിയ ചെറിയ സംശയം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. കഥ ഇങ്ങനെ ഇത്രയും മതിയോ, ഒരു സിനിമയാക്കാൻ ഇത്രയും സംഭവങ്ങൾ മതിയോ, കുറച്ച് സംഭവങ്ങൾ കൂടി വേണ്ടേ എന്ന ചോദ്യത്തിന് അവരുടെ പക്കൽ വ്യക്തമായ ഉത്തരവുണ്ടായിരുന്നു. മതി, ഇത് ധാരാളം. ഞങ്ങൾ കുറേ നാൾ പണിയെടുത്ത ഒരു സ്ക്രിപ്റ്റാണ്. അതിനുശേഷം ഷൂട്ടിംഗ് സമയത്ത് ഡയലോഗ് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്യണ്ടേ, കുറച്ചുകൂടെയൊക്കെ ഹ്യൂമർ കൊഴിപ്പിക്കണോ എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ ആവശ്യമില്ല എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു, തറപ്പിച്ചു പറഞ്ഞു. അത് ഓരോ സ്റ്റേജിലും അവര് ഞങ്ങൾക്ക് കോൺഫിഡൻസ് തന്നുകൊണ്ടേയിരുന്നു. മ്യൂസിക് ഇതിന്റെ ഒരു സ്റ്റേജിൽ ഡബിങ് സമയത്തും എക്സ്ട്രാ ഒന്നും ഇടണ്ടെന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇതിലുള്ളത് മതി, എക്സ്ട്രാ ലിപ്പിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, അങ്ങനെ കൊഴിപ്പിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പടത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയപ്പോൾ
മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഇത്രയും മ്യൂസിക് കുറച്ചുകൂടെ ഹ്യൂമറസ് ആക്കട്ടെ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പ്രശാന്തിന് സംശയം ഉണ്ടായിരുന്നു. അപ്പോഴും അവർ പറഞ്ഞു ഒരു വിഷയമില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇത് വന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും നന്നായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങളെ വിശ്വാസമുണ്ടോ? നമ്മുടെ ഉണ്ടെങ്കിൽ ഇതൊരു നല്ല കലാസൃഷ്ടിയാണെന്ന് ഞങ്ങൾ പറയുന്നു. 100% ഞങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ വർക്കായിട്ടുള്ള ഒരു പടമാണ് പരിവാർ എന്ന് പറഞ്ഞപ്പോൾ ആ വിശ്വാസത്തിന് ഞങ്ങൾ വലിയ വില കൽപ്പിക്കുന്നു. കാരണം ഇത്രയും കോൺഫിഡൻസോടുകൂടി വന്ന 2 ചെറുപ്പക്കാർ വേറെ ഇല്ല. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, അവരതിൽ ഉറച്ചു നിൽക്കുന്നു. ഓരോ കാര്യവും എങ്ങനെ വരണമെന്ന കാര്യത്തിൽ അവർക്ക് നിർബന്ധമുണ്ട്. അപ്പൊ എന്റെ സീനൊക്കെ റീടേക്ക് ചെയ്തിട്ടുണ്ട്. തലേ ദിവസം ഓക്കെ വെച്ച ഒരു സീൻ പിറ്റേ ദിവസം രാവിലെ അവർ വന്ന് പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ റൂമിൽ പോയി ഒരുപാട് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ സീൻ അത്ര ജഗദീഷ് ചേട്ടൻ ചെയ്തത് നന്നായില്ല, ഒന്നുകൂടെ നന്നാക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, വിരോധമില്ലെങ്കിൽ വിഷമമില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്തു തരുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷമേ ഉള്ളൂ, എനിക്കൊരു ചലഞ്ചാണത്. അപ്പൊ ആ സീൻ പിറ്റേ ദിവസം റീടേക്ക് ചെയ്തു, ഞാൻ അഭിനയിച്ചു, അതിലവർ ഹാപ്പിയായി. അപ്പൊ പോലും അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഒരു സ്റ്റേജിലും അവരുടെ ചിന്തകൾക്ക് വെള്ളം ചേർക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതാണ് ഞങ്ങൾ പ്രതീക്ഷയോടെ മാർച്ച് 7-ാം തീയതി കാത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അമ്മ എങ്ങനെയുണ്ടായിരുന്നു ഒരു കൂടുതൽ അനുഭവങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല അനുഭവമായിരുന്നു, എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു, അല്ലാതെ പ്രത്യേകിച്ച് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. മലയാള സിനിമയിലേക്ക് ആദ്യത്തെ സിനിമ ചെയ്തുകൊണ്ട് വരികയാണ്. 2 ശോഭനമാരുടെ വരവാണ് ഇപ്പോൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് തുടരുമ്പോൾ ശോഭന, പിന്നെ പരിവാറിലെ ശോഭന. അമ്മ എല്ലാവരും സപ്പോർട്ടൊക്കെ അടിപൊളിയാണ്. ജഗദീഷ് ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെയാണ്? അവിടെ വെച്ചാണ് സിനിമയിലൊക്കെ കാണുമ്പോ എന്താണെന്ന് അഭിപ്രായം? ആ കൊച്ചൻ നല്ലതായിരുന്നു, നല്ല പാവം കൊച്ചാണ്. കണ്ട് സംസാരിച്ചപ്പോ എങ്ങനെയായിരുന്നു? അല്ല, അത് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. ജഗദീഷ് സാറ് അങ്ങനെ ഞാൻ കണ്ടപ്പോ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയായിരുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ഒരാളായിട്ടായിരിക്കും. പോലെ തന്നെ അതേപോലെ തന്നെ അമ്മ ഇപ്പൊ ഭയങ്കരമായിട്ട് നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു കാര്യം ചോദിക്കണം, നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ മകനല്ലാതെ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ആരാണ് വേറൊരു കലാകാരനുള്ളത്? എന്റെ അച്ഛനൊരു കലാകാരനായിരുന്നു. അച്ഛൻ എന്താണ് ചെയ്തിട്ടുള്ളത്? നാടകമൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ഞങ്ങൾക്ക് അറിയത്തില്ല. പറയുന്നു അറിയത്തില്ല, കണ്ടിട്ടില്ല അന്ന്. അല്ല, കൊച്ചിലെ ഞങ്ങളുടെ ചെറുപ്പത്തിലെ. അച്ഛൻ പോയിട്ട് വരുമ്പോ ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടാ വന്നെന്ന് പറയും. അല്ല, അന്നൊന്ന് ഞങ്ങളുണ്ടോന്ന് പോലും അറിഞ്ഞില്ല. കൊച്ചിലെ ഇല്ല. പിന്നെ ഇപ്പൊ ഈയിടെ ഞാനൊരു പുസ്തകം വായിച്ചു, അതിനകത്ത് അച്ഛനെ പോലീസ് പിടിച്ച് ജയിലിലിട്ടേക്കുവാന്ന്. നിങ്ങൾ തന്നെ ഒളിവിലോർമ്മ തോപ്പിപ്പാസിയുടെ നാടകത്തിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു അച്ഛനപ്പോ. അച്ഛന്റെ പേരെന്തായിരുന്നു? പങ്കജാക്ഷൻ. വെറുതെ അല്ല, ഞാൻ വിചാരിച്ചു എവിടെന്നാണ് ഇത് തുടങ്ങിയേക്കണേന്ന്. ബാങ്കോട്ട് പോയ പുറകിൽ ആളുണ്ട്. അച്ഛൻ നമ്മുടെ അച്ഛൻ KPSC നാടകത്തിൽ വലിയൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. വളരെ സന്തോഷം. എന്തായാലും അതെ, എപ്പോ മനസ്സിലായി ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും നല്ല സിനിമകൾ ഇപ്പൊ ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ ചിലപ്പോ വിചാരിച്ചതിന്റെ ആ സമയത്തിനുള്ളിൽ സിനിമ നിന്നില്ലെങ്കിൽ കുറച്ചധികം പൈസ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല സിനിമകൾ പ്രൊമോഷൻ ഇല്ലാത്തതുകൊണ്ട് എവിടെ എത്താതെ പോകുന്നതായിട്ട് ഇല്ല മോശം? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. പ്രൊമോഷൻ ഒരു പടത്തിന്റെ വിജയത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രേക്ഷകരിലേക്ക് ഒരു സിനിമ എത്തിക്കാൻ പ്രൊമോഷനുകൾക്ക് കഴിയും. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നു പോയി കഴിയുമ്പോൾ അതിന് ഒരു പ്രത്യേകിച്ച് ഒരു ഇൻഷ്യൽ ഒന്നും കിട്ടിയില്ല എങ്കിൽ തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് ഒരു മാറ്റും. ഓൾഡ് ഓവർ ആയി കഴിഞ്ഞാൽ അധിക ദിവസം തിയേറ്ററിൽ ആ പടം കളിക്കില്ല. അപ്പൊ അതിന് അത്യാവശ്യം ഓൾഡ് ഓവർ ആകാതെ ഒരു നല്ല ഒരു ശതമാനം ആൾക്കാരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രൊമോഷൻസിന് കഴിയും. എന്താണ് സിനിമ എന്ന് പ്രേക്ഷകരെ അറിയിക്കുന്നതാണ് പ്രൊമോഷൻ. ഇവിടെ പരിവാർ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇതിന്റെ പ്രൊമോഷനിലൂടെ ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇതൊരു ഡിഫറെന്റ് ജോണറിൽപ്പെട്ട പടമാണ്. ഡിജിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന സിനിമ വളരെ ഡിഫറെന്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അതേപോലെ ഇതും ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇതില് സംവിധായകർ അവരുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ആ വേറിട്ട കയ്യൊപ്പിന് ഒരു വേണ്ടത്ര പരിഗണനയും സ്വീകരണവും കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ആ 2 ചെറുപ്പക്കാരും ഉള്ളത്. അതിന്റെ കൂടെ ആ പ്രതീക്ഷയുടെ കൂടെ സഞ്ചരിച്ച ഒരു ടീം ഓഫ് ആർട്ടിസ്റ്റാണ് ഞങ്ങൾ എല്ലാവരും. ആ പ്രതീക്ഷയിൽ ഞങ്ങളും പിന്നെ മാർച്ച് 7-ാം തീയതി വരെ കാത്തിരിക്കുകയാണ്. മാർച്ച് 7-ാം തീയതി അതിന്റെ ഫലം കാത്തിരിക്കുകയാണ്. ഈ സംവിധായകരുടെ സ്വപ്നങ്ങളെല്ലാം എത്രത്തോളം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ പ്രേക്ഷകരെ പോലെ തന്നെ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതുപോലെ ഇപ്പൊ എല്ലാവരും ഒരു പുതുമുഖ സംവിധായകർ എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള റിവ്യൂ.
എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പ്രൊഡക്റ്റ് തിയേറ്ററിൽ വരെ എത്തിക്കുന്നതെന്ന് ഇതൊന്നും അറിയാതെയാണ് പലരും റിവ്യൂ കൊടുക്കുന്നത്. ഈ റിവ്യൂ വളരെ പല നല്ല സിനിമകൾക്കും വളരെ വ്യക്തിപരമായിട്ടുള്ള റിവ്യൂവും അങ്ങനെയായിട്ട് പല രീതിയിൽ നെഗറ്റീവായിട്ട് ഭവിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ്, എങ്ങനെയാണ് ഞാൻ നിർത്തിക്കേണ്ടത്? കാശ് കൊടുത്താൽ മതി. കാശ് കൊടുത്താൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. കാശ് കൊടുക്കുമ്പോൾ തലവടലും കാശ് കൊടുക്കാത്തപ്പോൾ മർദ്ദനവും കിട്ടിയിട്ടുള്ള സിനിമകൾ എന്തോരുണ്ട് നമ്മൾ നേരിട്ട് കണ്ടു. തീർച്ചയായും ഒരു പുതിയ ഒരുപാട് പേരുടെ സ്വപ്നമല്ലേ. അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും കാശ് വാങ്ങുന്നു എന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാണ് എന്റെ പക്ഷം. കാരണം വെച്ചാല് റിവ്യൂസ് എന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാം. പക്ഷെ കാശ് വാങ്ങിയിട്ടാണ് നിരൂപണം നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട്, ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ റിവ്യൂ ചെയ്യരുതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എഫേർട്സ് ഒക്കെ എല്ലാവരും എടുക്കുന്ന കാര്യമാണ്. സിനിമ മാത്രമല്ല എഫേർട്സ് എടുക്കുന്നത്. ജീവിതത്തിൽ എല്ലാവരും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് എഫേർട്സ് എടുത്തിട്ടാണ്. ഓഫീസുകളിൽ കഠിനമായ ജോലി ചെയ്തിട്ടാണ്, തൊഴിലാളികൾ കഠിനമായ അധ്വാനം ചെയ്തിട്ടാണ്, ഭരണാധികാരികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഭരിച്ചിട്ടാണ്, അപ്പോൾ ഡോക്ടേഴ്സ് അവരുടേതായിട്ടുള്ള രീതിയിൽ അധ്വാനിച്ചിട്ടാണ്, എഞ്ചിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ് എല്ലാവരും അധ്വാനിച്ച് തന്നെയാണ് കഴിയുന്നത്. അപ്പൊ നമ്മുടെ ശ്രമങ്ങളെ തള്ളി പറയുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല. അപ്പൊ റിവ്യൂസ് നടത്തുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും സ്വാധീനത്തിൽപ്പെട്ട് മോശമായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നമ്മൾ സംസാരിക്കാം. അതല്ലാതെ പൊതുവെ നിരൂപകരെല്ലാം തന്നെ കാശ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല. അവരിൽ പലരും നല്ലതുപോലെ പഠിച്ചിട്ട് അവര് നല്ലതുപോലെ ക്രിട്ടിസൈസ് ചെയ്യാനും റിവ്യൂ നടത്താനും ഉള്ള യോഗ്യത ഉള്ളവർ തന്നെയാണെന്നാണ് എന്റെ പക്ഷം. ഇത് ഒരു വിഭാഗം, അതെല്ലാ കാര്യത്തിലും ഇപ്പൊ സിനിമയിലെ തന്നെ ആത്മാർത്ഥത ഇല്ലാത്ത ഒരു സെക്ഷൻ കലാകാരന്മാരില്ലേ? അന്ന് മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയാണോ? പോലീസുകാരില് ഒരു 10%, 15% അല്ലെങ്കിൽ 20% കൈക്കൂലി വാങ്ങുന്നവരുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കൈക്കൂലി വാങ്ങുന്നവരാണ്, ഡോക്ടേഴ്സ് മുഴുവൻ കൈക്കൂലി വാങ്ങുന്നവരാണ്, എഞ്ചിനീയേഴ്സ് കൈക്കൂലി വാങ്ങുന്നവരാണ് എന്ന് പറയാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അതില് അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ അവരെ പുറത്തു കൊണ്ടുവരിക. എന്തായാലും നമുക്ക് സിനിമയിലേക്ക് ഒന്നുകൂടി വരും. ഭാഗ്യ നല്ലൊരു ഡാൻസറാണ്. നാളെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉള്ളതാണ്. എന്തായിരുന്നു സിനിമയിലെ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ആദ്യത്തെ മൂവിയാണ്. പിന്നെ ഇവരുടെ കൂടെയൊക്കെ സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റുന്നതിന് ഒരു ട്രൂ ബ്ലെസ്സിങ് ആണ്. കാരണം നമ്മളെപ്പോഴും തിയേറ്ററിൽ പോയി സ്ക്രീന് കാണുന്നവര് നമ്മളെ കൂടെ അഭിനയിക്കും, അതൊരു ഡിഫറെന്റ് ഫീലിംഗ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബിഗ്ഗസ്റ്റ് ലേണിംഗ് ഇത് തന്നെയാണ്. ആ കൺസിസ്റ്റന്റ്ലി അവര് പുട്ട് ചെയ്യുന്ന എഫേർട്ട് കാണുമ്പം അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണ് ഇപ്പോഴും. അതെ 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 അതെ. വളരെ സന്തോഷം. നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോട്ടെ. അതുപോലെ പ്രശാന്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ വീടിന്റെ ഒരു ചാനൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവതാരകനായിട്ട് വരെ ACV ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അന്ന് നമ്മളൊക്കെ ജഗദീഷേട്ടനോട് ചിന്തിക്കാൻ പറ്റില്ല. ഞങ്ങൾ ചിന്തിക്കുന്നത് പ്രശാന്ത് കുറെയൊക്കെ നായ മതിയാണ്. അന്ന് അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നത്. പിന്നെ അവിടെ ഒത്തിരി ഒരുപാട് ചാനൽ പ്രോഗ്രാമിലൊക്കെ കണ്ടു, സിനിമയിലേക്ക് എത്തി. ശരിക്കും ഞങ്ങള് ഇപ്പോഴൊന്നുമല്ല, ആദ്യമേ മുതൽ ഇപ്പൊ എന്താ പറയുക, ലേറ്റായി വന്നാലും സ്റ്റൈലായി വരുന്നു പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ഈ വരവ് കുറച്ച് മുമ്പേ പ്രതീക്ഷിച്ചതാണ്. എന്താണ് അത്ര ലേറ്റ് ആയത്? ഇപ്പൊ അവിടെ എല്ലാത്തിലും ആ ഓപ്പറേഷൻ ജാവ, ആ പോലീസ് ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറി. എന്താണ് കുറച്ച് ഇത്ര ഗ്യാപ്പ് ആയത്? എന്താണ് എനിക്കും അറിയത്തില്ല. സമയം ആയി വന്ന അന്നേരമായിരിക്കും, നമ്മളെ ആവശ്യമായി വന്ന അന്നേരമായിരിക്കും. ചിലപ്പോൾ അതിന്റെ എഫേർട്ട് കറക്റ്റ് ആയിട്ട് വീണത് അന്നേരമായിരിക്കും. നമ്മൾ ഈ അധ്വാനിച്ചിട്ട് കാര്യമില്ലല്ലോ, ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഹാർഡ് വർക്കും അതിനോടൊപ്പം നമുക്ക് ലക്ക് നമ്മളെ ഫേവർ ചെയ്യണം, സ്മാർട്ട് വർക്ക് നമുക്ക് ഉണ്ടാവണം. ഇതൊക്കെയാണല്ലോ ഇന്നത്തെ ലോകത്ത് എല്ലാവരും പറയുന്നൊരു കാര്യം. ചിലപ്പോൾ ഇതെല്ലാം ഒത്തു വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇത് കൂടുന്നത്. പല പല ഘടകങ്ങളുണ്ട്. എനിക്ക് അതിന് കൃത്യമായിട്ടൊരു മറുപടി. സിനിമയിലേക്ക് കയറി വരുന്നത് ഒരു കലാകാരനെ കയറി വരുന്നത് ഹാർഡ് വർക്ക് ആണോ സ്മാർട്ട് വർക്ക് ആണോ? അങ്ങനെ ഒരു കൃത്യമായ റൂട്ട് ഇല്ല. ഹാർഡ് വർക്ക് എന്തായാലും വേണം, അതിന്റെ കൂടെ സ്മാർട്ട് വർക്കും വേണം, അതിന്റെ കൂടെ ഭാഗ്യവും വേണം. ഇത് കൃത്യമായ റൂട്ടൊന്നും ഇല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സക്സസ് വർക്കായി വരുന്നത്. ഇപ്പൊ തരുൺ മൂർത്തി ഇപ്പം തുടരും എന്ന് പറഞ്ഞ സിനിമയെന്നു. തരുൺ സിനിമയിൽ വന്നത് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്, ആക്ടർ ആവാൻ വേണ്ടി വന്ന ആളാണ്. അയാൾ ആക്ടർ ആവാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു പോയിന്റിൽ തിരിച്ചറിയുന്നു, ചില തിരിച്ചറിവുകളിലൂടെ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതുകയും സംവിധായകനാകുകയും ചെയ്യുന്നു. സംവിധായകനായി മൂന്നാമത്തെ സിനിമയിൽ തന്നെ മോഹൻലാലിനെ പോലൊരു വലിയ നടനെ വെച്ച് സിനിമ ചെയ്യാൻ സാധിക്കുന്നു. ചെയ്ത രണ്ടാമത്തെ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു. ആദ്യത്തെ സിനിമ ചെറിയ താരങ്ങളെ വെച്ച് ചെയ്തിട്ട് പോലും സൂപ്പർ ഹിറ്റ് ആവുന്നു.
അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി വന്ന എന്താണ് തന്റെ നിയോഗം എന്ന് ചെറിയ സമയം കൊണ്ട് തിരിച്ചറിയാൻ പറ്റിയതാണ് തരുണിന്റെ മിടുക്ക്. തരുൺ അഭിനയിക്കാൻ വേണ്ടി 10 വർഷം നടന്നിട്ടാണ് സംവിധായകനായിരുന്നെങ്കിൽ ചിലപ്പോൾ തരുണിനെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഇതെല്ലാം സക്സസ് ആണ്. ഇതിനകത്തെല്ലാം ഹാർഡ് വർക്ക് ഉണ്ട്, ഇതിനകത്തെല്ലാം സ്മാർട്ട് വർക്ക് ഉണ്ട്, ഇതിനകത്തെല്ലാം സ്വന്തം കഴിവുകളും സ്വന്തം സ്ട്രെങ്സും വീക്ക്നെസ്സും തിരിച്ചറിയാൻ പറ്റുക എന്ന് പറയുന്ന കാര്യമുണ്ട്. ചിലപ്പോൾ ഞാൻ എൻ്റെ വീക്ക്നെസ് കൃത്യമായിട്ട് തിരിച്ചറിയാഞ്ഞതാവാം ഈ താമസം നേരിട്ടത്. എന്തായാലും ഇപ്പൊ ഇരു കൈ നീട്ടിട്ടാണ് എല്ലാവരും സ്വീകരിച്ചേക്കുന്നത്. എന്തായാലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കഥാപാത്രങ്ങളൊന്നും ആയിരിക്കും. സമയം വളരെ കുറച്ചേ ഉള്ളൂ, നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. നല്ലൊരു കാര്യം കൂടി, ജഗദീഷ് ചേട്ടൻ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു പ്രൊഫസർ ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും മനസ്സിലുണ്ടായിരുന്നു ഈ പ്രൊഫസർ ജോലിയുടെ എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സിനിമയിലേക്കും കയറണം, ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? അല്ല, സിനിമയിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, അത് ഒളിച്ചു വയ്ക്കുന്നില്ല. പക്ഷേ എത്രത്തോളം ഒരു കരിയർ ആക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അതില് പ്രശാന്ത് പറഞ്ഞാൽ ഒരു ഭാഗ്യം കൂടെ വലിയൊരു എലിമെന്റ് ആണ് അതിനകത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അധ്യാപകനായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ തുടരേണ്ടി വരുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. എൻ്റെ പ്രതീക്ഷകളൊക്കെ അതെല്ലാം കണക്കൂട്ടലുകൾ തെറ്റിച്ചിട്ട് ഞാൻ ഫുൾ ടൈം ഒരു ആക്ടറായി മാറി. അത് ഈ പറയുന്ന പോലെ കുറച്ച് എൻ്റെ ഡെഡിക്കേഷൻ ആയിരിക്കാം, എൻ്റെ ഹാർഡ് വർക്ക് ആയിരിക്കാം, കുറച്ച് ഭാഗ്യമായിരിക്കാം, ഈശ്വരാനുഗ്രഹമായിരിക്കാം, എല്ലാം കൂടെ എല്ലാ ഫാക്ടേഴ്സും കൂടെ ഒത്തു വന്നപ്പോഴാണ് എനിക്കിത് പ്രൊഫഷൻ ആക്കാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം ഒരു മാതൃകയാക്കി ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കാനൊന്നുമില്ല. എല്ലാവരും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ശ്രമങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഫലം ഉണ്ടാവും. ഉറപ്പായിട്ടും. ഈ വെള്ളാനകളുടെ നാട് ഇപ്പൊ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെട്ട, നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് കലാകാരന്മാർ ഒന്നിച്ച് ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയ ആളാണ്. ഇപ്പൊ വെള്ളാനകളുടെ നാട്, ആ സിനിമയിൽ ഓരോ ഫ്രെയിമും എടുത്തു കഴിഞ്ഞ ഒരുപാട് ആൾക്കാരാണ് അതിനകത്ത്. ഇപ്പൊ എന്താ പറയാ, എപ്പോഴും അതിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു ഓർമ്മ പറയാമോ? അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ടാർ തൊഴിലാളി കുമാരന്റെ കഥാപാത്രമാണ് ഞാൻ കൈകാര്യം ചെയ്തത്. അതിനകത്ത് ഒരു ഒരു സത്യസന്ധത ഫീൽ ചെയ്യുന്ന തരത്തിൽ, യഥാർത്ഥത്തിൽ അതിനകത്ത് ഈ ടാർ തൊഴിലാളികളെല്ലാം കെട്ടിവെക്കുന്ന ചാക്കൊക്കെ ഉണ്ടല്ലോ, ആ ചാക്ക് അതേപോലെ ചാക്ക് കെട്ടിവെച്ച് അവിടെ റിയൽ ആയിട്ട് ടാറിങ് നടത്തി ആ റിയൽ ടാറിന്റെ കാര്യങ്ങളൊക്കെ ഈ കാലിലും കാര്യങ്ങളും ഒക്കെ തന്നെ അത് പെട്ടിട്ടുണ്ട്. അപ്പോ അതിനകത്ത് 100% ഇൻവോൾവ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടാണ് അത് അത്ര രസകരമായി തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. അത് അതിനകത്ത് മാത്രമല്ല, ആനയെ കൊണ്ടുവരുന്ന സീനുണ്ടല്ലോ വലിക്കാനായിട്ട്, അത് വലിച്ച അവസാനം വീടിന്റെ മതില് പൊളിഞ്ഞ് അകത്ത് പോകുന്ന ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ പ്രിയദർശൻ ക്യാമറയിൽ, എസ് കുമാറിന്റെ ക്യാമറ ആണ്, പ്രിയദർശൻ അത് ഗംഭീരമായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് അതുകൊണ്ടാണ് അതൊരു ക്ലാസിക് സീനായിട്ട് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ കിടക്കുന്നത്. അവിടെ ഒരു കൊടയൊക്കെ എടുത്തിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോ CP നായർ ശ്രമിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ വിഷനൊക്കെ ആക്ടേഴ്സ് എന്ന നിലയിൽ എല്ലാവരും ആദ്യം അതിനകത്ത് പോരട്ടെ എന്ന് ആനയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആണല്ലോ. അപ്പൊ പപ്പുവേട്ടനാണ് ആ ഡ്രൈവർ. അതെ, അത് ആ വീട് ഇന്നും അതുവഴി പോകുമ്പോ ആ വീട് കാണാം. ചേട്ടാ, ഇതുപോലെ തന്നെ ഹിറ്റ്ലറിനകത്തല്ലേ സൈക്കിൾ എടുത്തോണ്ട് പോകുമ്പോ തല കുത്തി മറിഞ്ഞു, അത് ഹാൻഡിൽ ലോക്കായി ഞാൻ റിയൽ ആയിട്ട് വീണു. അപകടം പറ്റിയില്ലേ? ഇപ്പൊ അപകടം പറ്റിയെന്ന് വീണു, പക്ഷെ അവിടെ കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് ആ പോർഷൻ യൂസ് ചെയ്തു. ഞാൻ വീടുന്ന തന്നെ ഉണ്ട്, അത് വീഴുന്നുണ്ട്. വല്ലാത്തൊരു വീഴ്ചയായിരുന്നു. ബാക്ക് വീലൊക്കെ പൊങ്ങി. ഞാൻ പറഞ്ഞല്ലോ, പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് സൈക്കിൾ ലോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട് സ്കൂട്ടറിലൊക്കെ അന്നത്തെ കാലത്തുണ്ട്. അതായത് ഒരു പ്രത്യേക ഡയറക്ഷനിൽ തിരിഞ്ഞാൽ സൈക്കിൾ ലോക്ക് ആവും. സ്കൂട്ടറിലും ഉണ്ടായിരുന്നു അന്ന്. വിജയ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ സ്കൂട്ടറിൽ നമ്മൾ പ്രത്യേക ആംഗിളിൽ തിരിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. പിന്നീടാണ് ഹാൻഡിൽ ലോക്ക് എന്നുള്ളൊരു സംവിധാനം മാറിയത്. അപ്പോ അന്ന് ഈ സ്കൂട്ടർ ഈ സൈക്കിള് ഇങ്ങനെ തിരിയുമ്പോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്കായിട്ട് ഞാൻ ഒന്ന് വീണു. പക്ഷെ ആ പോർഷൻ വെച്ച് യൂസ് ചെയ്തത് കാരണം റിയൽ ആയിട്ട് അപകടം പറ്റിയെങ്കിലും ഹ്യൂമർ വൈസ് എന്ന് ഞെട്ടിക്കുന്ന ഒരു വീഴ്ചയാണ് അത്. ഹ്യൂമർ വൈസ് ഞാൻ സ്വല്പം എനിക്ക് ശരീരം വേദനിച്ചെങ്കിലും ഇന്നും പ്രേക്ഷകർ ചിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും നമ്മൾ എടുത്ത് പറയാൻ കാരണം. എന്തായാലും വളരെ സന്തോഷം. എന്തായാലും ഇനി പരിവാർ തിയേറ്ററിലേക്ക് വരികയാണ്. ഒരുപാട് വിജയത്തിലേക്ക് എത്തട്ടെ. സിനിമയ്ക്കും ഇതിന്റെ പുറകിൽ എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുകയാണ്. താങ്ക് യു.